ഇന്ന് ഞാൻ പറയാൻ പോകുന്ന നെപ്പോഗോഡിന്റെ ഒരു പടത്തിനെ കുറിച്ചാണ്. ഞാൻ ഒക്കത്ത് വെച്ച് നടന്ന പിള്ളേരാ. താഴെ വെച്ചാ ചെറിയ ചെറിയ ഉറുമ്പായിരിക്കും, തലയിൽ വെച്ചാ ചെറിയ ചെറിയ പേനായിരിക്കും. അങ്ങനെയല്ലേ നീ എന്നെ കൊണ്ടു നടന്നത്? പടം തുടങ്ങുന്നത് നെപ്പോ അണ്ണൻ ഒരു കല്യാണത്തിന് പോണ സമയത്ത് ഒരു ഫ്രീക്ക് ചേച്ചിനെ കാണുമ്പോ ക്രഷ് അടിക്കും. അപ്പൊ അവിടെ വെച്ചിട്ട് ഫ്രീക്ക് ചേച്ചിയുടെ മോതിരം കാണാണ്ടാവും. അപ്പൊ എന്നെ നമ്മുടെ നെപ്പോ അണ്ണൻ മോതിരം കണ്ടുപിടിച്ചു കൊടുക്കും. എന്നിട്ട് ആ ആഡ് കുത്തി കയറ്റാൻ പറ്റിയ നല്ല ബെസ്റ്റ് ടൈം ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ജ്വല്ലറിയുടെ ആഡ് അതിന്റെ ഇടയിൽ കൂടെ കുത്തി കയറ്റും. ये संस्कारी का सॉलिटर रिंग है 2 कैरेट VVS 2 क्वालिटी आपके लिए मेरी तरफ से. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? നെപ്പോ അണ്ണൻ അവൾക്ക് ക്യാരറ്റും പേരറ്റും കൂടുതലുള്ള മോതിരം കൊടുത്തപ്പോ തന്നെ അവൾക്ക് അങ്ങ് ക്രഷ് അടിക്കും. സ്വാഭാവികം. പിന്നെ ഫ്രീക്ക് ചേച്ചിക്ക് ബാഹുബലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നെപ്പോ അണ്ണൻ 2 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവളെ പ്രൊപ്പോസ് ചെയ്യാനായിട്ട് ബാഹുബലിയുടെ ലുക്കിൽ വരും. എന്തോ കാണിക്കുന്ന ഈ വരുണത്തമാനേക്കാളും നല്ലത് മറ്റേ ശിഖർത്തമാനെങ്ങാൻ പിടിച്ച് അഭിനയിപ്പിക്കുന്നതായിരുന്നു. പിന്നെ നെപ്പോ അണ്ണൻ ബാഹുബലിയുടെ സെറ്റിൽ പോയിട്ട് അവളെ പ്രൊപ്പോസ് ചെയ്യുമ്പോൾ അവള് നൈസായിട്ട് നമ്മുടെ നെപ്പോ അണ്ണനെ തേക്കും. ചേട്ടൻ എന്നെക്കാളും നല്ലൊരു അപരാധത്തിന് കിട്ടും. പിന്നെ ഇവരുടെ ഈ വെറുപ്പിക്കലൊന്നും സഹിക്കാൻ പറ്റാണ്ട് ബാക്കിലുള്ള പ്രതിമ നമ്മുടെ നെപ്പോ അണ്ണന്റെ മേത്തേക്ക് വീഴാൻ പോവും. ഇത് കണ്ട് ഹാപ്പി ആയിട്ട് ഞാൻ ഇരിക്കുന്ന സമയത്ത് കട്ടപ്പ വന്ന് അവനെ രക്ഷിക്കും. ഈ പ്രാവശ്യം കട്ടപ്പ പുറകിന്ന് കുത്തിയേക്കുന്നത് ഈ സിനിമ കാണാൻ വന്നവരെയാ. പിന്നെ ഫ്രീക്ക് ചേച്ചിക്ക് ഒരു റിച്ച് അണ്ണനായിട്ടുള്ള കല്യാണമൊക്കെ സെറ്റാവും. പിന്നെ റിച്ച് അണ്ണന് ഒരു നെപ്പോ ചേച്ചി ആയിട്ടുള്ള ലവ് ഒക്കെ ഉണ്ട്. അവളെ അങ്ങനെ നൈസായിട്ട് നമ്മുടെ റിച്ച് അണ്ണൻ തേക്കും. എന്നിട്ട് അവളാകെ ഡിപ്രഷനാവും. മുഖം പൊത്തി കരയാ, അല്ലെങ്കിൽ ഈ റോസ്റ്റ് ചെയ്യണവന്മാർ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് കളിയാക്കും. പിന്നെ നെപ്പോ ചേച്ചിയുടെ കൂട്ടുകാരി അവൾക്ക് മോട്ടിവേഷൻ കൊടുക്കും. नए जनरेशन एक्टर्स को क्या एडवाइस देना चाहोगे? What should they try doing? They should try Gymming? no they should try Networking? no they should try Botoxing? no Karan they should try acting. ചിരിക്കാൻ പോലും അറിയില്ല. മിക്കവാറും ഞാനിവിടെ പ്രേതമായിട്ട് വന്നിട്ട് കൊല്ലും. പിന്നെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നെപ്പോ അണ്ണൻ നെപ്പോ ചേച്ചീനെ പോയിട്ട് കാണും. ഇവനെന്താ പട്ടിയുടെ കിഡ്നിയാണോ വെച്ചിരിക്കുന്നത്? എന്നിട്ട് നെപ്പോ അണ്ണൻ നെപ്പോ ചേച്ചിയോട് അവരുടെ കല്യാണം മുടക്കാനായിട്ട് കൂടെ വരാൻ പറയും. കല്യാണം കലക്കാൻ പോകുമ്പോ കണ്ടാൽ മാന്യനെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരാൾ വേണം. നീ വാ. പിന്നെ നെപ്പോ ചേച്ചി വരാന്ന് സമ്മതിക്കും. എന്നിട്ട് നെപ്പോ അണ്ണൻ ഹാപ്പി ആയിട്ട് ഋത്തിക് അണ്ണന്റെ ഐക്കോണിക് സ്റ്റെപ്പ് ഒക്കെ ഇട്ടിട്ട് അത് നശിപ്പിക്കും. खाली हाथ आए थे हम खाली हाथ जाएंगे. നിനക്ക് ഗുരു ഉണ്ട് പോകൂടാ. പിന്നെ നമ്മുടെ നെപ്പോ അണ്ണൻ നെപ്പോ ചേച്ചിനെയും കൊണ്ട് കല്യാണം നടക്കുന്ന സ്ഥലത്തേക്ക് പോവും. അവിടെ വെച്ചിട്ട് നെപ്പോ ചേച്ചി സാഡ് ആവണ സമയത്ത് ടിനി ടോമിനെ ധ്യാനിച്ചിട്ട് നമ്മുടെ നെപ്പോ അണ്ണൻ SRKന് സല്ലുബായിന് മിമിക്രി കാട്ടി കൊടുക്കും. खुदा भी नहीं रोक पाएगा. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. समझ गया सामान बन के समझाओ शेरा गाड़ी निकालो. ഏതാ ഈ അലവലാതി? പിന്നെ ഒരു 2 പേരും കൂടി കല്യാണ വീട്ടിലെത്തും. നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞാലേ ഇതുപോലെ നടക്കണം. ലൂസ് മോഷൻ. ഇത് കഴിഞ്ഞിട്ട് നെപ്പോ ചേച്ചി സ്ലോ മോഷനിൽ നടന്നു വരും. ഇവളിങ്ങനെ നടന്നു വരുന്ന സമയത്ത് എല്ലാവരും കണ്ണ് തള്ളയുടെ എക്സ്പ്രഷൻ ഇടാനാണ് ഡയറക്ടർ ഉദ്ദേശിച്ചത്. പക്ഷെ അവിടെയുള്ളവർ ചെയ്തു വന്നപ്പോ വാള് വെക്കണ പോലെയായി. എന്റെ ബോഡി കണ്ടിട്ട് എനിക്ക് ഒന്നും തോന്നുന്നില്ല. ഛർദിക്കാൻ തോന്നും. Get dressed, man. ചിരിക്കാൻ പറഞ്ഞ കരയും, കരയാൻ പറഞ്ഞ ചിരിക്കും. ഇവരൊക്കെ ആരുടെ സിനിമയിലെടുത്ത്. പിന്നെ നെപ്പോ അണ്ണനും നെപ്പോ ചേച്ചി ആ കല്യാണ വീട്ടിൽ ഇവര് കപ്പിൾസാന്ന് പറഞ്ഞ് അങ്ങ് കേറും. ആക്ച്വലി നിങ്ങളുടെ ലവ് എപ്പോഴാണ് തുടങ്ങി? ഇങ്ങനെ അവിടെയുള്ളവർ ചോദിക്കുമ്പോൾ അവർ കള്ളം പറഞ്ഞൊരു ലവ് സ്റ്റോറി പറയും. അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്രിഞ്ചോപ്യഹ, ഒരു ചെക്കൻ താഴെ വീഴാൻ പോകുമ്പോൾ അവൻ വന്ന് രക്ഷിക്കുക. അങ്ങനെ അവർ സെറ്റായതാന്ന് അവനോട് പറയും. ഈ കഥ കേൾക്കുമ്പോൾ എന്നെ കല്യാണ ചെക്കനും പെണ്ണും ഇത് വിശ്വസിച്ച് ഇവരെ വീട്ടിൽ കയറ്റും. പിന്നെ കല്യാണ വീടാണല്ലോ, പാട്ട് കുത്തി കയറ്റാനായിട്ട് ഒരു പ്രയാസമില്ലല്ലോ. അപ്പൊ രാത്രിയാവുമ്പോ ഒരു പാർട്ടി വെച്ചിട്ട് ഡാൻസ് ചെയ്യും. പൊന്നാണിത് 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 ഒരു കയ്യിലും നിൽക്കാതിതാ ചാഞ്ചാടുന്നേ.
ഡാൻസ് പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നെപ്പോ ചേച്ചിയും ഫ്രീക്ക് ചേച്ചിയും കൂടി ഒരു എയർ പിടിക്കുന്ന ഒരു മത്സരം നടത്തും. തോറും നമ്മുടെ ഈ സമയത്ത് നമ്മുടെ റിച്ച് അണ്ണനും നെപ്പോ അണ്ണനും കൂടി സ്വിമ്മിംഗ് പൂളിൽ മൂത്രം ഒഴിച്ച് വെറുപ്പിക്കുക. മഴവെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കിയൊരു ഉപ്പ് രസം. അത് ഞാൻ മൂത്രം വെച്ചത് അവന്റെ വഴി. പിന്നെ അടുത്ത ദിവസം നെപ്പോ അണ്ണനും നെപ്പോ ചേച്ചിയും കൂടി ഒരു റീല് ചെയ്യും. എന്താ ഒറിജിനാലിറ്റി വേണ്ട. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നെപ്പോ അണ്ണനും ഫ്രീക്ക് ചേച്ചിയും കൂടി ലിഫ്റ്റിൽ പോണ സമയത്ത് പോക്കിരി സിനിമയിലെ സീൻ അങ്ങ് കോപ്പി പേസ്റ്റ് ചെയ്യും. പിന്നെ ഇവർ ഈ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ കല്യാണ ചെറുക്കനും അവരുടെ വീട്ടുകാരൊക്കെ കാണും. എന്നിട്ട് നമ്മളിപ്പോ കല്യാണം മുടങ്ങുന്നൊക്കെ വിചാരിക്കുമ്പോ എന്തുണ്ടാവാന്നറിയോ, ഇവർ അടുത്ത സോങ്ങിനുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഇത് കര വേറെ മനെ. നിങ്ങൾ ചോദിക്കാതെ എന്താ അങ്ങനെയെന്ന്, കാരണം ഇതൊരു പേട്ടപ്പഴണം, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഈ സോങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നെപ്പോ അണ്ണനും നെപ്പോ ചേച്ചിയും കൂടി ഓരോ വട്ടത്തരങ്ങൾ കിടന്ന് കാണിക്കും. എന്ത് രസം, എന്ത് സുഖം, എന്റെ കടക്കാ ബഹുവർണം സുരേഷ് തിരിഞ്ഞു നോക്കി. സന്തോഷകരമായ ഉല്ലാസ ജീവിതത്തിന് കിടക്കാനും ഇരിക്കാനും തലകുത്തി മറിയാനുമുള്ള വേളകൾ ആഘോഷകരമാക്കാൻ വെൽക്കം ടു മനൂസ് മൾട്ടിപർപ്പസ് ബെഡ്. പിന്നെ നെപ്പോ അണ്ണനും നെപ്പോ ചേച്ചിയോട് ഒരു ചെറിയ ക്രഷ് അടിക്കും. അപ്പൊ ഒരു ആശ്വാസത്തിനുണ്ടായിരുന്ന ലക്ഷ്മിയാണല്ലോ. ഞങ്ങളിങ്ങനെ സംസാരിക്കും, ഫ്രീ ആണ്, ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പൊ അങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നി. ശരിക്കും തോന്നി. അതെ കണ്ടപ്പോഴേ തോന്നി. പിന്നെ അത് കഴിഞ്ഞ അടുത്ത ദിവസം ഹോളി ആയിട്ട് ഇവര് വെള്ളടിച്ച് ഗിണ്ടിയായിട്ട് രാത്രി കിടന്ന് എഴയും. എന്ത് കളിയും നമ്മളിപ്പോ കളിക്കാ? ആനപ്രതിയുണ്ടോ? എന്നാ ആന കളിക്കാം. ഓക്കെ, ഞാൻ കൊമ്പനാന. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ഒരു പട്ടിക്കാട്ടിക്ക് ട്രിപ്പ് പോയിട്ട് വൈബ് ചെയ്യും. ചൂടാക്കി തന്നില്ല കരിമീൻ കറി, കാലത്തെ തിന്നാൻ ഞാൻ കലിയാക്കലി. ചൂടാക്കി തന്നില്ല കരിമീൻ കറി. പിന്നെ ഈ ട്രിപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയത്ത് ഫ്രീക്ക് ചേച്ചി നെപ്പോ അണ്ണനെ കണ്ട് അങ്ങ് പ്രൊപ്പോസ് ചെയ്യും. എന്നിട്ട് നമ്മുടെ റിച്ച് അണ്ണന്റെ അടുത്ത് പോയിട്ട് അവനെ ഇങ്ങ് തേക്കും. പിന്നെ നെപ്പോ അണ്ണൻ ഫ്രീക്ക് ചേച്ചിനെയും കൊണ്ട് ആ സ്ഥലം വിട്ടു പോവും. പെണ്ണ് പോയതിന്റെ വിഷമത്തിൽ റിച്ച് അണ്ണൻ നെപ്പോ ചേച്ചി ഇവളെ കെട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾക്ക് അങ്ങ് റിങ് കൊണ്ട് കൊടുക്കുമ്പോ ഇവള് എനിക്ക് നെപ്പോ അണ്ണന് മതിന്നങ്ങ് പറയും. പിന്നെ റിച്ച് അണ്ണന്റെ ഈഗോ ഹേട്ടായിട്ട് ആ ദിവസം തന്നെ വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കും. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നെപ്പോ അണ്ണന് നെപ്പോ ചേച്ചിനെ ഓർമ്മ വന്നിട്ട് ഫ്രീക്ക് ചേച്ചിനെ നൈസായിട്ട് അങ്ങ് തേക്കും. മനസ്സ് നിറഞ്ഞു, തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം. വരട്ടെ. ശശി. എന്നിട്ട് നെപ്പോ ചേച്ചിനെ പോയി കണ്ടിട്ട് അവരങ്ങ് സെറ്റാവും. അങ്ങനെ പടം കഴിഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവർ അടുത്ത സോങ്ങിനുള്ള കലാപരിപാടി സ്റ്റാർട്ട് ചെയ്യും. ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഭാരതം എന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല.